നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. വാട്ടർ അതോറിറ്റിയുടെ വാക്ക് പാഴ്വാക്കായി. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി GSP ഇട്ട് റോഡ് പൊളിച്ചു മാറ്റി. പൊളിച്ചിട്ട ഭാഗം റീസ്റ്റോറേഷൻ ചെയ്യാമെന്ന ഉറപ്പ് വാട്ടർ അതോറിറ്റി പാലിച്ചില്ല. കളിക്കാവ് കറുത്തേനി പൂങ്ങോട് റോഡ് ഗതാഗതം മുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി നിർത്തിവെച്ച റോഡ് നവീകരണ പ്രവൃത്തി ഒരു മാസത്തിലേറെയായിട്ടും തുടങ്ങിയിട്ടില്ല. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി GSP ഇട്ട് റോഡ് പൊളിച്ചുമാറ്റി. പൊളിച്ചിട്ട ഭാഗം റീസ്റ്റോറേഷൻ ചെയ്യാമെന്ന ഉറപ്പ് വാട്ടർ അതോറിറ്റി പാലിച്ചിട്ടുമില്ല. ഇതോടെ കറുത്തേനി പൂങ്ങോട് റോഡ് ടാറിംഗ് നടത്താനാകാത്തതിനാൽ ഗതാഗതം മുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി. ഈ റോഡിൽ 1 കിലോമീറ്റർ ദൂരം ആധുനിക രീതിയിൽ BMN/BC ചെയ്ത് നവീകരിക്കുന്നതിന് ജനുവരിയിലാണ് പഴയ റോഡ് പൊളിച്ചുമാറ്റിയത്. തുടർന്ന് നവീകരണത്തിന്റെ ഭാഗമായി GSP ഇട്ട് റോഡ് ബലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷമാണ് ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കരുവാരകുണ്ട്, തുവ്വൂർ പഞ്ചായത്തുകളിലേക്കുള്ള മെയിൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി രംഗത്ത് വന്നത്. ടാറിംഗ് കഴിഞ്ഞതിനു ശേഷം റോഡ് പൊളിക്കാൻ നാട്ടുകാർ അനുവദിക്കില്ല എന്നതിനാലാണ് GSP ഇട്ടതിനു ശേഷം പൊളിച്ചത്. എന്നാൽ പൊളിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും പൊളിച്ച ഭാഗങ്ങളിൽ GSP ഇട്ട് റീസ്റ്റോർ ചെയ്യാൻ വാട്ടർ അതോറിറ്റിയോ ജൽജീവൻ കരാറുകാരനോ മുന്നോട്ട് വന്നിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുഴികളില്ലെങ്കിൽ പോലും ഗതാഗതം നടന്നിരുന്ന പൂങ്ങോട് റോഡ് ഇപ്പോൾ നാട്ടുകാർക്ക് കടുത്ത ദുരിതമാണ് സമ്മാനിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് MLAയുടെ നേതൃത്വത്തിൽ PWD, വാട്ടർ അതോറിറ്റി, കരാറുകാർ എന്നിവരടങ്ങുന്ന ഒരു ഒത്തുതീർപ്പ് യോഗം കാളികാവ് ബ്ലോക്ക് ഓഫീസിൽ ചേർന്നിരുന്നു. എന്നാൽ 1.5 മാസമായിട്ടും തീരുമാനം നടപ്പായില്ല. വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി പൊളിച്ച ഭാഗം അവർ തന്നെ റീസ്റ്റോർ ചെയ്ത് തന്നെങ്കിൽ മാത്രമേ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാനാവൂ എന്ന നിലപാടിലാണ് റോഡിന്റെ കരാറുകാരൻ. ദിവസേന 20ഓളം ബസ്സുകളും 100 കണക്കിന് ചെറുകിട വാഹനങ്ങളുമാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. പൊളിച്ച ഭാഗം താഴ്ന്നു കിടക്കുന്നതിനാൽ ഇത് വലിയ ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നതിനും പ്രയാസമാണ്. വണ്ടൂരിൽ നിന്ന് കരുവാരകുണ്ട്, തുവ്വൂർ ഭാഗങ്ങളിലേക്ക് ഐലാശ്ശേരി വഴി എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന റൂട്ടാണിത്. വണ്ടൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഇപ്പോൾ കറുത്തേനി ഒഴിവാക്കി മരുതങ്ങൾ തിരിഞ്ഞ് മിച്ചഭൂമി വഴിയാണ് സഞ്ചരിക്കുന്നത്. ചെറുകിട വാഹനങ്ങൾ പൊളിച്ചിട്ട് റോഡിലൂടെ ഓടാനും സന്നദ്ധമാകുന്നില്ല. കഴിഞ്ഞ ദിവസം മഴ പെയ്തതിനാൽ ജൽജീവൻ പൈപ്പിന് വേണ്ടി കീറിയ വലിയ ചാലിൽ മണ്ണ് താഴ്ന്ന അപകടാവസ്ഥയിലുമാണ്. 2 അടി വ്യാസമുള്ള വലിയ DI പൈപ്പുകളാണ് റോഡിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മഴ പെയ്തതോടെ കറുത്തേനിയിൽ റോഡിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വാഹനങ്ങൾ വീണാൽ വലിയ അപകടത്തിനിടയാക്കുകയും ചെയ്യും. വർഷക്കാലത്തിനു മുൻപ് റോഡിന്റെ പൊളിച്ചിട്ട ഭാഗം ടാർ ചെയ്തില്ലെങ്കിൽ ഇതുവഴി കാൽനട പോലും അസാധ്യമായി തീരും. റോഡ് നിർമ്മാണത്തിന് വേണ്ട ഫണ്ടും അസംസ്കൃത വസ്തുക്കളും എല്ലാം ലഭ്യമായിട്ടും സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള പോര് കാരണം ഗതാഗതം മുടക്കിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനിയും ടാറിംഗ് നടത്തുന്നത് വൈകിയാൽ ശക്തമായ സമരങ്ങൾ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. പിന്നെ അതുപോലെ വീട്ടിലേക്കൊക്കെ വെള്ളം വരികയാണ് ഒന്നായിട്ട്. അപ്പോൾ ഞങ്ങൾ പലവട്ടം പല ഓഫീസുകളും കയറി ഇറങ്ങിയപ്പോഴൊക്കെ MLA ആയിട്ട് വരെ ബന്ധപ്പെട്ടു. അപ്പോഴൊക്കെ പറയണത് തന്നെയാണ് അവർ തമ്മിലുള്ള എന്താ പിന്നെ റോഡ് പണിക്കാർ പറയുക, ഞങ്ങൾ ഇത് പണി കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെ ഈ പരിപാടി പറയണത്. മറ്റൊരു പറയാം ഞങ്ങൾക്കത് അറിയില്ല, ഞങ്ങളോട് പറഞ്ഞ പണി ഞങ്ങൾ എടുത്തു എന്നും പറയുക. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൽ ഞങ്ങൾ AIൻ്റെ അടുത്ത് പോയി, പിന്നെ കാളികാവ് ബ്ലോക്കിൽ. അപ്പോൾ മൂപ്പര് പറഞ്ഞ ഞങ്ങൾ ഇതൊക്കെ തീരുമാനമായിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ബസ് സർവീസ് ഉണ്ട് ഇപ്പോൾ? ഇല്ല, ബസ് സർവീസ് കാരണം അതാണ് ഇപ്പോൾ ഈ നദിക്ക് ഇറങ്ങുക. ഇപ്പോൾ മഴയും കൂടിയും പെയ്ത് പറഞ്ഞാൽ ഈ ചാലിക്ക് വണ്ടിയൊക്കെ ഇറങ്ങുകയാണ്. ഇപ്പോൾ മിഞ്ഞാന്ന് അവിടെ ഒരു വണ്ടി ഇറങ്ങി. അതിലെങ്ങനെ ഇതിന് കയറിയതായാലും അത് കയറി പോയത്. ഇനി മഴയും കൂടി പെയ്യാണെങ്കിൽ അത് പോയാൽ, കാരണം ചാല് നല്ല വീതിയുള്ള ചാലുമല്ലേ. ന്യൂസ് ബ്യൂറോ, കാളികാവ്.